ഇന്ന് ഇതേ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വറക്കുകയും കുറച്ച് കറി വയ്ക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെമ്മീൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗം എടുത്ത് മാറ്റാറുണ്ട്. ഒരു നാര് പോലത്തെ, അതുപോലെ തന്നെ നേരെ താഴത്തും അതുപോലെ ഉണ്ട് കേട്ടോ. അതൊരു കത്തി വെച്ച് തോണ്ടി കഴിഞ്ഞാൽ പോരെ. ഞാൻ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടും എനിക്ക് ഇതിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടാറുണ്ട് കേട്ടോ. അതാണ് സത്യം. അപ്പോൾ പിന്നെ കുറച്ച് ചെമ്മീനെടുത്ത് നമുക്ക് ആദ്യം മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മുളക്, മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചിട്ടുള്ള പേസ്റ്റും പിന്നെ കുറച്ച് വേപ്പിനെല്ലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല ചട്ടിയിൽ, മൺചട്ടിയിൽ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ കറിയും വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ട് വെക്കാറുണ്ട്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള കറി കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കറി വെക്കുക. അപ്പോൾ ഞാൻ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വെക്കണമെന്ന് മാത്രമേ. അപ്പോൾ വേപ്പിൻ്റെ ഇലയും മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ വേവാനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിങ്ങനെ കുറുകിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൽ കൊച്ചുള്ളി ഇങ്ങനെ കാച്ചിട്ട് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നേരെ പുറത്ത് തന്നെ ചെമ്മീൻ റോസ്റ്റ് അല്ല, വറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നൊരു മീഡിയം വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നല്ല സബോള കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. തീ കൂട്ടി വെക്കേണ്ട, കരിഞ്ഞു പോകും. കുറച്ച് വെച്ചിട്ട് പതുക്കെ നോക്കിയിട്ട് വെന്തോന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അപ്പം തന്നെ സൈഡിൽ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.